ഹായ്, എല്ലാവർക്കും സ്റ്റാർ വെയ്റ്റ് ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു മെയ് മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു ഷോർട്ട് വീഡിയോയാണ്. ഞാൻ ഓൾറെഡി കാർഡ്സ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ഷോർട്സ് ആക്കി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം റെക്കോർഡ് ചെയ്ത് വന്നപ്പോഴത്തേനും ടൈം കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഷോർട്ട് വീഡിയോ ആക്കി ഞാൻ ഇടുകയാണ് കേട്ടോ. ഇവിടെ 2 പൈലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പൈലിനോടാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ആ ഒരു പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കാം. ഇവിടെ കിട്ടിയിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. ഈ ഒരു മെയ് മാസം നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലായിരിക്കാം ഉള്ളത്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോഴത്തേനും ഫിസിക്കൽ ഡെത്തിനെ അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഒരു മേജർ സൈക്കിളിന്, എസ്പെഷ്യലി ഒരു കാർമിക് സൈക്കിളിന് എൻഡ് വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഡെത്തിന് ശേഷം റീബർത്ത് ആയിരിക്കും അല്ലേ. അതായത് നിങ്ങളുടെ ലൈഫിലെ ഒരു സിറ്റുവേഷൻ എൻഡായി നിങ്ങൾ റീബർത്തിലേക്ക് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. റീബർത്ത് എന്ന് പറയുമ്പോഴത്തേക്കും പുനർജനിക്കുക എന്ന് പറയും. അതായത് നിങ്ങളുടെ ലൈഫിലെ ന്യൂ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ട്രാൻസ്ഫോർമേഷനിലായിരിക്കും നിങ്ങളുള്ളത്. പഴയ സൈക്കിൾ കംപ്ലീറ്റ്ലി എൻഡാകുന്നതായിരിക്കും. അത് ഏതിലും ആകാം കേട്ടോ. റിലേഷൻഷിപ്പിലാകാം, കരിയറിലാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റിലും ആയിരിക്കാം. സോ ലൈഫിലെ ഒരു മേജർ ചേഞ്ചസിനെയാണ് ഈ ഒരു കാർഡ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം നിങ്ങളിലേക്ക് ന്യൂ ബിഗിനിങ് വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഒരുപാട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുന്നിലുണ്ടായിരിക്കും. അത് കരിയറിലുള്ള ചേഞ്ചസ് ആകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം, ന്യൂ ലവ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് പേഴ്സൺ തന്നെ റീയൂണിയൻ ആയിട്ട് വരുന്നതായിരിക്കാം. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും. ഇവിടെ കിട്ടിയിരിക്കുന്ന ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത് റിമെയിൻ പോസിറ്റീവ് എന്ന കാർഡാണ്. അതായത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. ലൈഫിൽ എന്ത് തന്നെ പ്രതിസന്ധി വന്നാലും അതിനുശേഷം ഉറപ്പായിട്ടും ഒരു സന്തോഷം വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടക്കുന്നില്ല എന്ന് കരുതി നെഗറ്റീവ് ചിന്തയിലേക്ക് പോകാതെ ഇരിക്കുക. പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നാണ് യൂണിവേഴ്സിനെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ഈ ഒരു മെയ് മാസം നിങ്ങളുടെ ലൈഫിലേക്ക് നിർണായകമായ വിധി വരുന്നു എന്ന് കാണിക്കുന്നു. അതൊരു പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും ലൈഫ് സിറ്റുവേഷനിലായിരിക്കാം. നമുക്ക് ജഡ്ജ്മെൻറ്റ് കാർഡിൻ്റെ കൂടെ ജസ്റ്റിസ് കാർഡ് കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ന്യായം ചെയ്യാതെ പോയിട്ടുണ്ടായിരിക്കാം, ചീറ്റിംഗ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കിലാകാം, പിരിഞ്ഞ് താമസിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു തർക്കമോ എന്തെങ്കിലും കേസിലൊക്കെ അകപ്പെട്ട് കിടക്കുന്നുണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ കരിയറിൽ അല്ലെങ്കിൽ ഫിനാൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചീറ്റിംഗ് നേടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതിനൊക്കെ ഈ ഒരു മെയ് മാസം ചേഞ്ച് വരുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ, ശരിയെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരുന്നു എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത് സക്സസ് എന്ന കാർഡാണ്. അവസാനം നിങ്ങളിലേക്ക് തന്നെ വിജയം വരുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ റൈറ്റ് പാത്തിലാണെന്നും നിങ്ങളുടെ എഫേർട്ടിന്, അതായത് നിങ്ങളുടെ പരിശ്രമത്തിനുള്ള റിവാർഡ് ഉടനെ ലഭിക്കുമെന്നും ഏഞ്ചൽസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. താങ്ക് യു.